നമസ്തേ. ഒരിക്കലൊരു വളരെ പ്രശസ്തമായ ഒരു ഹോട്ടലുണ്ടായിരുന്നു. ആ ഹോട്ടലിലെ മട്ടൻ കറി വളരെ ഫേമസ് ആയിരുന്നു. അവിടുത്തെ മട്ടൻ കറി കഴിക്കാനായിട്ട് പല പല ആൾക്കാരും എല്ലാ ദിവസവും വരുമായിരുന്നു. വളരെ ടേസ്റ്റി ആയതുകൊണ്ട് കസ്റ്റമറെല്ലാം വളരെ സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് കഴിച്ചിട്ട് പോകുമായിരുന്നു. അങ്ങനെ ആ കട ആ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കടയായിട്ട് മാറി. പക്ഷെ ഒരു ദിവസം ആ ഹോട്ടലിൽ നിന്ന് കഴിച്ച ഒരു കുട്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ നടന്ന പരിശോധനയിൽ ആ ഹോട്ടലിൽ പട്ടി ഇറച്ചിയാണ് മട്ടനായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതറിഞ്ഞ് ആ നാട്ടിൽ ആകെ പ്രശ്നമായി, ബഹളമായി. അങ്ങനെ പോലീസ് വന്നു ഈ കട ഉടമയെ ജയിലിലാക്കി. ഇതുപോലെ വേറൊരു സംഭവമുണ്ട്. ഒരിക്കലൊരു വെജിറ്റേറിയൻ ഹോട്ടൽ, അവിടെ നെയ്ദോശ വളരെ പ്രശസ്തമായിരുന്നു. വളരെ രുചികരമായിട്ടുള്ളൊരു ആഹാരമായിരുന്നു അവിടുത്തെ നെയ്റോസ്റ്റ്. അത് കഴിക്കാനും നിരവധി ആൾക്കാർ വരുമായിരുന്നു. അവിടെ ഒരു ദിവസം ഒരാൾ നോക്കിയ സമയത്ത് നെയ്റോസ്റ്റിൽ നെയ്യിന് പകരം ചേർക്കുന്നത് ഡാൽഡയായിരുന്നു. ഇത് അയാൾ വീഡിയോയാക്കി ആൾക്കാരുടെ മുമ്പിൽ പ്രചരിപ്പിച്ചു. അതോടുകൂടി ആ ഹോട്ടൽ പൂട്ടി. നമ്മൾ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഏതൊരു കാര്യം ചെയ്താലും അത് ഒരു നാൾ കണ്ടെത്തുകയും ചെയ്യും. സാധാരണ പറയാറുണ്ട്, പല നാൾ കള്ളം ഒരു നാൾ തെളിയും. നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരിക്കലും ബിസിനസ് ചെയ്യരുത്. പലപ്പോഴും പല ആൾക്കാരും പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കാശ് സമ്പാദിക്കാനായിട്ട് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യും. അത് ചെയ്ത് വലിയ തെറ്റായിട്ട് മാറുകയും ചെയ്യും. ഒരിക്കലും ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യരുത്. സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്ന ഒരാളും പരാജയപ്പെടില്ല. ചിലപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ കുറച്ച് പരീക്ഷണങ്ങൾ അവർക്ക് നേരിട്ടേക്കാം. എന്നാൽ പിന്നെ അത് അവർക്ക് വിജയമായി മാറാം. അതിന് ചില സ്ട്രാറ്റജി, ചില പ്ലാനിങ്ങുകൾ, ചില തയ്യാറെടുപ്പ് നാം നടത്തണം. അതിന് പകരം തെറ്റായ വഴി, ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾക്ക് ബിസിനസ് ലാഭകരമാക്കാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും സാധിക്കില്ല. ബിസിനസ് എപ്പോഴും നമ്മൾ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യരുത്. കസ്റ്റമറുടെ ആരോഗ്യവും കസ്റ്റമറിന്റെ എല്ലാവിധ സഹകരണവും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. കാരണം അവരുണ്ടെങ്കിലേ നിങ്ങളുള്ളൂ. താങ്ക് യു.